ഡോക്ടർ റാമിന് മുൻകൂർ ജാമ്യമില്ല. ഡോക്ടർ സംഗീതയ്ക്ക് ജാമ്യം അനുവദിച്ചു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായ ഡോക്ടർ എൻ.കെ. റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. അതേസമയം കേസിലെ രണ്ടാം പ്രതിയായ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ജഡ്ജി വിമൽ കുമാറാണ് ഹർജികളിൽ വിധി പ്രസ്താവിച്ചത്. ഡോക്ടർ സംഗീതയ്ക്കെതിരെ കുറ്റം തെളിയിക്കാനാവശ്യമായ പ്രത്യക്ഷമായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. നിതിൻ രാജ് തന്റെ കുടുംബത്തിലേക്ക് അയച്ച ഒരു ഫോട്ടോയും അധ്യാപിക തന്നെ നിരന്തരമായി മാനസികമായി പീഡിപ്പിക്കുന്നു എന്നൊരു പരാമർശവും മാത്രമാണ് സംഗീതയ്ക്കെതിരെയുള്ള തെളിവുകളായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ സംഭവം നടക്കുന്ന സമയത്ത് താൻ കർണാടകയിലായിരുന്നുവെന്നും പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ചുണ്ടായ കാര്യങ്ങളിൽ തനിക്ക് പങ്കില്ല എന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. അതേസമയം ഒന്നാം പ്രതിയായ ഡോക്ടർ എൻ.കെ. റാമിന് മുൻകൂർ ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു. ജാതിയുടെ പേരിൽ തെറ്റായ പ്രസ്താവനകൾ നൽകി രക്ഷപ്പെടാൻ പ്രതി ശ്രമിച്ചെങ്കിലും പോലീസും പ്രോസിക്യൂഷനും ഇത് കളവാണെന്ന് തെളിയിച്ചിരുന്നു. ഒന്നാം പ്രതിക്ക് ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. അതേസമയം കേസിന്റെ വിധി സങ്കടപ്പെടുത്തുന്നതെന്ന് നിതിൻ രാജിന്റെ അച്ഛൻ രാജൻ. വിധിയിൽ താനോ കുടുംബമോ തൃപ്തരല്ല. വ്യക്തമായ മൊഴി പോലീസിന് നൽകിയതാണ്. സംഗീത കുറ്റവാളി തന്നെയാണ്. മകൻ അയച്ച ഫോട്ടോയും ഓഡിയോയും തെളിവായുണ്ട്. പോലീസ് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ഒത്തുകളിക്കുകയാണ്. വിധിയിൽ ഞങ്ങളുടെ കുടുംബത്തിന് സന്തോഷമുണ്ടാകില്ല. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കും. പോലീസ് റാമിനെ ഉടൻ അറസ്റ്റ് ചെയ്യണം. മകനെ കൊന്നതാണെന്നും നിതിൻ രാജിന്റെ അച്ഛൻ ആവർത്തിച്ചു.